الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، ألا إن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിൽ ആന്തരികവും ബാഹ്യവുമായി നിരവധി അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അവയവമാണ് ഖൽബ് അഥവാ നമ്മുടെ ഹൃദയം. നമ്മളിവിടെ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്പന്ദിച്ച് തുടങ്ങിയതാണ്. ഇതുവരെ വിശ്രമിച്ചിട്ടില്ല. വിശ്രമമില്ലാതെ ഉറക്കിലും ഉണർവിലും എല്ലാം പ്രവർത്തിച്ചിട്ടും തളർന്നു പോയിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു പേശിയാണ് നമ്മുടെ ഹൃദയം. അത് നിർവഹിക്കുന്ന ധർമ്മമാകട്ടെ ഈ ഭൂമി മുഴുവനും ചുറ്റാൻ മാത്രം അതിലപ്പുറവും നീളമുള്ള മനുഷ്യന്റെ രക്തക്കുഴലുകളിലേക്ക് നിരന്തരമായി രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയമാണ്. അതൊരു ഭാഗത്ത് ബയോളജിക്കലായി നടക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം ബാഹ്യമായ കണ്ണ് പോലെ, കാത് പോലെ, കേൾവി പോലെ, കാഴ്ച പോലെ ഹൃദയത്തിനും ഉണ്ട് കേൾവിയും കാഴ്ചയും ഒക്കെ. നമ്മളതിനെ അകക്കണ്ണ് എന്ന് പറയാറുണ്ട്, ബസീറ, ഉൾക്കാഴ്ച എന്നൊക്കെ പറയാറുണ്ട്. ശരീരത്തിന്റെ ശക്തി പറയുന്നത് പോലെ തന്നെ മനഃശക്തി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇത്തരം ചില പ്രവർത്തനങ്ങളുണ്ട് എന്നത് നമ്മുടെ അനുഭവ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ചില ഭൗതിക വസ്തുക്കളുമായുള്ള ബന്ധവും ചില ഇടപഴക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മനസ്സിന് സന്തോഷമുണ്ടാകാറുണ്ട്. അപ്പോൾ വെറും രക്തം പമ്പ് ചെയ്യുക എന്ന ധർമ്മം നിർവഹിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരവയവമല്ല ഹൃദയം. അതിന് ഭൗതിക വസ്തുക്കളുമായി ബന്ധമുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധമുണ്ട്. അത് സന്തോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ അത് പ്രയാസപ്പെടുന്നു. ചില നേരത്ത് അത് ഇടുങ്ങിപ്പോകുന്നുണ്ട്. ചില സമയത്ത് അത് വിശാലമാകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. സാധാരണഗതിയിൽ ഖബറ് വിശാലാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ചില യുക്തിവാദികളൊക്കെ പറയാറുണ്ട്, അതിനാദ്യം തന്നെ കുറച്ച് വിശാലായിട്ട് കുഴിച്ചാൽ പോരെ, ഈ ഇറങ്ങിയ രൂപത്തിൽ കുഴിച്ചിട്ട് വിശാലാകാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ കാണുന്ന വിശാലതയല്ല, കാഴ്ചപ്പാടല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഹൃദയം അത് വിശാലമാകാറുണ്ടല്ലോ. അലം നശ്റഹ് ലക സദ്റക ഇൻശിറാഹുൽ ഖൽബ്. ഹൃദയം വിശാലമാക്കി തന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത് അല്ലാഹ് ഒരു അനുഗ്രഹമായി ഖുർആനിൽ പറഞ്ഞതാണ്. ആ അനുഗ്രഹം കിട്ടാനായി മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ശ്റഹ് ലി
സദ്രി, എന്റെ ഹൃദയത്തെ നീ ഒന്ന് വിശാലമാക്കി തരണം അല്ലാ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഹൃദയത്തിന്, നമ്മുടെ ഖൽബിന് അന്ധത ബാധിക്കും. മനുഷ്യ ഹൃദയത്തിന് അള്ളാഹ് പറഞ്ഞു ഖുർആനിൽ, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫിസ് സുദൂർ, നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്ക് അന്ധത ബാധിക്കുന്നു. ഹൃദയം കൊണ്ട് കാണേണ്ടത് കാണാത്ത, കേൾക്കേണ്ടത് കേൾക്കാത്ത ഒരവസ്ഥ. ആ കാഴ്ചയും കേൾവിയും ഉപയോഗപ്പെടുത്താതെ മരിച്ചു പോയാൽ ബാഹ്യമായ കാഴ്ചയും കേൾവിയും മഹ്ശറയിൽ ഉണ്ടാകൂല എന്ന് ഖുർആൻ. കൂരിരുട്ടായിരിക്കും. അപ്പൊ മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കും, എനിക്ക് ദുനിയാവിൽ കാഴ്ചയുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ കാഴ്ച ഇല്ലാത്തത്? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ഇവിടെ വെളിച്ചം കിട്ടേണ്ട സംഗതി നീ അവിടെ വെച്ച് കണ്ടില്ല, ദുനിയാവിൽ വെച്ച്. അത് കാണേണ്ടത് ഹൃദയം കൊണ്ടായിരുന്നു. നീ നിന്റെ കണ്ണുപയോഗിച്ചത് ഭൂമിയിലങ്ങ് ജീവിച്ച് മരിച്ചു പോകാനാണ്. അത് കഴിഞ്ഞല്ലോ, ഇനി ആ കണ്ണിന്റെ ആവശ്യമില്ലല്ലോ എന്ന് അല്ലാഹു തആല പറയുന്ന ഒരു മറുപടി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹൃദയത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും അതുപോലെ അള്ളാഹു തന്നെയും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപവും ഭാവവും ഒന്നും അല്ല അള്ളാഹ് നോക്കുന്നത്, വലാ ഇലാ അംവാലിക്കും, നിങ്ങളുടെ ധനത്തിലേക്കും അല്ല അള്ളാഹ് നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയും. അതാണ് അള്ളാഹുവിന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിന്റെ അവസ്ഥയാണ് അഅമാലുകൾ സ്വീകരിക്കപ്പെടാൻ വളരെ പ്രധാനപ്പെട്ട ഷർത്തും. നമ്മൾ എന്ത് അമല് ചെയ്താലും നിയ്യത്ത് വേണമല്ലോ. നിയ്യത്ത് എവിടെയാ? ഖൽബിലാണ്. ഇഖ്ലാസ് എവിടെയാ? ഖൽബിലാണ്. റിയാ എവിടെയാ വരുന്നത്? ഖൽബിലാണ്. ലോകമാന്യം വരുന്നത് ഖൽബിലാണ്. അപ്പൊ മാനസിക അവസ്ഥ നോക്കിയിട്ടാണ് അമലുകളുടെ പ്രതിഫലം. അള്ളാഹ് അങ്ങോട്ടാ നോക്കുക. എന്തുകൊണ്ടാ അള്ളാഹ് അങ്ങോട്ട് നോക്കുന്നത്, ഖൽബിലേക്ക് നോക്കുന്നത്? ഈ ഖൽബിന് ഭൗതിക വസ്തുക്കൾ എന്ന പോലെ തന്നെ പ്രകൃതിപരമായി അള്ളയായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ അള്ളയായിട്ട് ബന്ധമുള്ള അവയവമാണ് ഖൽബ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്തെങ്കിലും പ്രയാസത്തെ കൊടുക്കുമ്പോ അല്ലാഹ് എന്ന് വിളിച്ചു പോകുന്നത്, റബ്ബേ എന്ന് വിളിക്കുന്നത്. ആ ബന്ധത്തിനാണ് ഇസ്ലാം അൽ ഫിത്ര, ശുദ്ധ പ്രകൃതം എന്ന് പറയുന്നത്. അതാണ് പ്രകൃതം. ആ പ്രകൃതത്തിൽ നിന്ന് മനുഷ്യനെ പലതായി വഴിതെറ്റിച്ച് കളയുന്നത് ഭൗതികമായ സാഹചര്യങ്ങളാണ്, ബാഹ്യമായ സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ജൂതനാക്കുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു, മജൂസിയാക്കുന്നു. ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ മാതാപിതാക്കളാണ് മനുഷ്യനെ മുസ്ലിമാക്കുന്നത്, മൂമിനാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് ആദ്യം ഉള്ളതാണ്, അത് ശുദ്ധ പ്രകൃതമാണ്. ആ പ്രകൃതത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്നത് ബാഹ്യമായ ഇടപെടൽ കൊണ്ടാണ്. അപ്പൊ നേർവഴിക്കങ്ങ് വിട്ടുവിട്ടാല് നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം, അള്ളാഹുവിങ്കലേക്ക് പോകാം. സാമൂഹികമായ അതുപോലെ കുടുംബപരമായ ചില വേണ്ടാത്ത ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് വഴുതിപ്പോകുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലുള്ള ഈമാൻ, ഹിദായത്ത്, അതാണ് ഒരു ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത് അത് ഹിദായത്താണ്. കാരണം ഹിദായത്ത് കൊണ്ട് വേറെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഹിദായത്ത് ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്, കുടുങ്ങി. നമുക്കറിയാതെ ഫിർഔന് എല്ലാം ഉണ്ടായിരുന്നു, ഹിദായത്ത് മാത്രമില്ല. എന്തായി അവസ്ഥ? ആസിയ ബീവി ആ കൊട്ടാരത്തിൽ തന്നെ ഉള്ളതാണ്, ഹിദായത്ത് മാത്രമുണ്ട്, ബാക്കി ഒന്നുമില്ല. എല്ലാം കൊട്ടാരത്തിൽ നിന്ന് വലിച്ചയച്ചു കൊണ്ടുപോയതാണ്, പക്ഷേ രക്ഷപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം, ആ നാട്ടിൽ ഒന്നുമില്ല ഇബ്രാഹിമിന്, എല്ലാം നമ്രൂദിന്റെ കയ്യിലാണ്, കുടുംബത്തിന്റെ കയ്യിലാണ്, നാട്ടുകാരുടെ കയ്യിലാണ്. ഇബ്രാഹിമിന്റെ കയ്യിലുള്ളത് ആകെ ഹൃദയത്തിലുള്ള തൗഹീദ്,
ഹിദായത്ത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എല്ലാവരും ഇബ്രാഹിമിനെ പുകഴ്ത്തുന്നു. അന്ന് ഇബ്രാഹിമിനെ എതിർത്ത നമ്രൂദ് അവിടെയില്ല. ആ നാട്ടുകാരുടെ വർത്താനില്ല. അവർക്കൊന്നും യാതൊരുവിധ സ്ഥാനമാനങ്ങളും ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഹിദായത്ത് എന്നത് ഒരു വല്ലാത്ത അനുഗ്രഹം. ആ അനുഗ്രഹം റബ്ബ് തന്നെ തരണം. അല്ലാഹ് പറയുന്നു വിശുദ്ധ ഖുർആനിൽ, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കണമെന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, തൗഹീദ് അങ്ങ് കൊടുക്കും, ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ അങ്ങ് ഹിദായത്താക്കും. അതാണ് അല്ലാഹു തആല നൽകുന്ന ഹിദായത്ത്. ഹിദായത്ത് ലഭിക്കാൻ രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഹദീസ് പരിശോധിച്ചാൽ രണ്ട് സംഗതിയാണ് നമ്മൾ കാണുന്നത്. എന്താണ് രണ്ട് സംഗതി? അതിലൊന്ന് സങ്കുചിതത്വം ഒഴിവാക്കുക, വിശാല മനസ്കതയുണ്ടാവുക, കടുംപിടുത്തം ഒഴിവാക്കുക. എന്നാ ഹിദായത്ത് കിട്ടും. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വല്ലദീന യസ്തബിഊനൽ ഖൗല, ഒരു വിഭാഗം ആളുകൾ അവർ സംസാരം കേൾക്കും, ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അതിനെ വിചിന്തനം നടത്തി മനസ്സിലാക്കി ഏറ്റവും നല്ലത് പിൻപറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് ഹിദായത്ത്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിമാന്മാർ. അപ്പൊ എല്ലാം കേൾക്കുകയും സത്യം ഉൾക്കൊള്ളാൻ വേണ്ടി പഠനം നടത്തുകയും ചെയ്യലാണ് ബുദ്ധി എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. നിഷ്പക്ഷമായ നിലപാടിലൂടെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം, ഹിദായത്ത് കിട്ടാൻ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്തിലേക്ക് ചേർത്ത് തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാനാണ് യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ തിരിമറയാക്കിക്കൊണ്ടിരിക്കുന്നവനെ സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിൽ അടിയുറച്ചു നിർത്തണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന അല്ലാഹു തആല നമ്മോട് പറയുന്ന ഖുദ്സിയായ ഹദീസിൽ കാണാം, യാ ഇബാദി, എന്റെ ദാസന്മാരെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളൊക്കെ വലാലത്തിലാണ്, ഹിദായത്തിലല്ല വലാലത്തിലാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് കൊടുത്തവരൊഴികെ, ഞാൻ ഹിദായത്ത് കൊടുത്തവർ ഹിദായത്തിലാണ്. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, എന്നോട് നിങ്ങൾ ഹിദായത്ത് ചോദിച്ചോ, അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരാം. ആത്മാർത്ഥമായ റബ്ബിനോട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അത് ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിലൂടെ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്തു. നിങ്ങൾക്ക് ഹിദായത്താണോ വേണ്ടത്? എന്നാൽ പിടിച്ചെയ്ത ഖുർആൻ, അതാണ് ഹിദായത്തിന്റെ മാർഗം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, അത് ഹിദായത്താക്കും ഏറ്റവും നല്ലതിലേക്ക് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയും. ആ തിരിച്ചറിവിനാണ് ബസീറത്ത് എന്ന് ശറഇൽ പറയുന്നത്. അല്ലാഹു ആ ബസീറത്ത് നൽകുന്നത് ഹിദായത്ത് ലഭിച്ച ആളുകൾക്കാണ്. എന്നാൽ ഇതിന്റെ നേരെ മറുപുറം, ഹിദായത്തിന്റെ മറുപുറം, അതാണ് ശിർക്ക്. മഹാനായ റസൂലുള്ളാഹിയോടൊരു ചോദ്യം ഒരു ദിവസം, അയ്യുദ്ദംബി അഅ്ളം, ഏറ്റവും വലിയ തെറ്റേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഖാൽ അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അല്ലാഹുവാണ് നിന്നെ പടച്ചത്, എന്നിട്ട് നീ അല്ലാഹുവിന് പങ്കുകാരൻ നിശ്ചയിക്കുക. അള്ളാഹിനോട് പറയേണ്ടത് മറ്റാളുകളോട് പറയുന്ന ഒരവസ്ഥ, അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രംഗത്തുള്ള നിരന്തരമായ ഉപദേശ നിർദ്ദേശങ്ങൾ, അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ ജീവിത വഴിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ തൗബ ശിർക്കിൽ നിന്നുള്ള തൗബയാണ്. എനിക്ക് ശിർക്കില്ല, ഞാൻ അശേഷം ശിർക്കിലല്ല എന്ന് അഹങ്കരിക്കാൻ ആർക്കും അധികാരമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശിർക്കിന് ആരെയും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല, തൗഹീദിന് ആരെയും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. ഏത് സന്ദർഭങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ റസൂലുള്ളാഹി ചില ഉദാഹരണങ്ങൾ പറയുന്നത്, ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ തൗഹീദിലേക്ക് ശിർക്ക് അരിച്ചു കയറുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഏത് സന്ദർഭത്തിലും തൗഹീദിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കണം.
ഇതാണ് റസൂലുള്ളാഹി പറയുന്നത്. എന്താ ശിർക്ക് സംഭവിച്ചാലുള്ള അവസ്ഥ? അതുവരെ നമസ്കരിച്ചത് ബാത്തില, അതുവരെ എടുത്ത നോമ്പ് ബാത്തില, എല്ലാ ഇബാദത്തുകളും ബാത്തില. ഇനി തൗഹീദ് സ്വീകരിച്ചാലോ? തൗഹീദ് സ്വീകരിച്ചാൽ അതുവരെയുള്ള തെറ്റുകുറ്റങ്ങൾ മുഴുവനും ബാത്തിലാണ്. അവന് പിന്നെ അതുവരെയുള്ള തെറ്റുകുറ്റങ്ങളുടെ പേരിലുള്ള വിചാരണയും കാര്യങ്ങളൊന്നുമില്ല. ഈ രൂപത്തിൽ തൗഹീദിന് പ്രാധാന്യം നൽകുകയും ശിർക്കിനെ അതിഗൗരവമായി എതിർക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതാണ് ഖുർആനിന്റെ ആദർശം എന്ന് കൃത്യമായി വളരെ വ്യക്തമായി അല്ലാഹു നിരവധി ആയത്തുകളിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല അതിശക്തമായ ധൈര്യവും സമാധാനവും ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് ഖുർആൻ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ആ ഫിത്രത്തിലേക്ക്, ഹിദായത്തിലേക്ക് മനസ്സിനെ വിട്ടുകഴിഞ്ഞാൽ, അതിനെ കെട്ടിയിടാതിരുന്നാൽ, അള്ളാഹുവുമായി കൂട്ടിക്കെട്ടിയാൽ കൃത്യമായ സമാധാനം ആ ഹൃദയത്തിലേക്ക് വന്നിറങ്ങുന്നതാണ്. ആ സമാധാനത്തിന്റെ പേരാണ് തസ്ബീത്ത്. ഉറച്ചു നിൽക്കാൻ കഴിയും, ഈമാനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്നത് നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് ശിർക്കാണെങ്കിലോ അതെ, സത്യനിഷേധികളുടെ ഖൽബിൽ, ഹൃദയത്തിൽ റുഅബിനെ ഇട്ടുകൊടുക്കുന്നതാണ്. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്ർ, ആ സൂറത്തുൽ ഹശ്റിന്റെ സബബുൻ നുസൂൽ തന്നെ, അതിറങ്ങാനുള്ള കാരണം തന്നെ മദീനയിൽ ബനു നളീർ എന്ന് പറയുന്ന ഒരു ജൂത കുടുംബം ഉണ്ടായിരുന്നു. ആ ജൂത കുടുംബം റസൂലുമായുള്ള കരാറിലാണ് ജീവിച്ചത്. അവരുമായി റസൂല് കരാറുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് കരാറ്? നമ്മൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ആദർശം അനുസരിച്ച് ജീവിക്കുക, ഞാൻ എന്റെ ആദർശം അനുസരിച്ച് ജീവിക്കും. ഈ മദീനയെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ നാട് എന്ന നിലക്ക് മദീനയെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാകണം. പക്ഷെ ആള് ജൂതനാണല്ലോ, ജൂതൻ കരാറ് ലംഘിച്ചു. പല സന്ദർഭങ്ങളിലും കരാറ് ലംഘിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ ശത്രുക്കളുമായി കരാറുണ്ടാക്കിയിട്ട് മദീനയിൽ വന്ന് അക്രമം നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ അല്ലാഹു തആല അത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരെ ഇവിടെ നിന്ന് നാട് കടത്തണം, പുറത്താക്കണം, ബനു നളീറുകാരെ ഒഴിവാക്കണം. പക്ഷേ മദീനത്തുള്ള മുഅ്മിനീങ്ങൾക്ക്, സഹാബാക്കൾക്ക് യാതൊരു പ്രതീക്ഷയില്ല അവരെ ഒഴിവാക്കാൻ കഴിയുമെന്ന്. കാരണം അവർ ഭദ്രമായ കോട്ട കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ വിചാരിച്ചത് അവരെ പുറത്താക്കാൻ കഴിയില്ല എന്നാണ്. ജൂതന്മാരായ ആളുകൾ മനസ്സിലാക്കിയത് അവർക്ക് അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടാമെന്നാണ്, ആരെയും പേടിക്കാതെ. അല്ലാഹു പറയാം, മാ വനന്തും, നിങ്ങൾ വിചാരിച്ചിട്ടില്ല യഖ്റുജു, മദീനയിൽ നിന്ന് അവർ പുറത്തു പോകുമെന്ന്. വവന്നു, അവര് മനസ്സിലാക്കിയത് അന്നഹും മാനിയത്തുഹും ഹുസൂനുഹും, അവരുടെ കോട്ടകൾ അവരെ തടഞ്ഞു നിർത്തുമെന്നാണ്. മിനല്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് അവരെ കാക്കാൻ അവരുടെ കോട്ടയുണ്ടാകുമെന്ന് അവർ വിചാരിച്ചത്. അങ്ങനെ അവർ വിചാരിക്കാത്ത ഭാഗത്തിലൂടെയാണ് അള്ളാഹ് ഇടപെട്ടത്. അള്ളാഹ് അവരുടെ മനസ്സിൽ ഭയട്ട് കൊടുത്തു. അങ്ങനെ ഭയട്ട് കൊടുത്താൽ പിന്നെ കോട്ടേന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയൂല, പേടിയുണ്ട്, പിന്നെ എവിടെയും സുരക്ഷിതമല്ല. അങ്ങനെ അവര് പുറത്തിറങ്ങിയപ്പോഴാണ് അവരെ നാട് കടത്തപ്പെട്ടത്. അവരെ നാട് കടത്തപ്പെടുമ്പോ അവര് തന്നെ അവരുടെ വീട് നശിപ്പിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സൂറത്തുൽ ഹശ്റിൽ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ സംഭവം കഴിഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോ ഫഅ്തബിറു, നിങ്ങൾ പഠിക്കണം, യാ ഉലിൽ അബ്സ്വാർ, ഉൾക്കാഴ്ചയുള്ളവരെ, ഹൃദയം കൊണ്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നവരെ നിങ്ങൾ പഠിക്കണം എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ മനസ്സാണ് വിഷയം, അത് ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. അള്ളാഹുവിന്റെ ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ആയത്ത് തന്നെ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്. ഇന്നും നമുക്ക് കാണാം, ആ ജൂതന്മാര് കോട്ട കെട്ടി തന്നെയാണ് താമസിക്കുന്നത്. ഭൗതികമായ കോട്ടകൾ. ജൂതൻ കോട്ട കെട്ടിയിട്ടല്ലേ ഇസ്രായേൽ എന്ന രാഷ്ട്രം സമാധാനപൂർവ്വം ജീവിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അയൺ ഡോമുകൾ,
അതുപോലെ തന്നെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഉപകരണങ്ങൾ, അതുപോലെ അവരുടെ രഹസ്യാന്വേഷണങ്ങൾ, അവരുടെ സൈനിക പരിപാടികൾ, ഇത് മുഴുവനും അവരുടെ കോട്ടകളാണ്, ഉരുക്കു കോട്ടകളാണ്. ഒന്നും ഭേദിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് അതെല്ലാം ഭേദിക്കപ്പെടുന്നതാണ്, അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലാണ്, അവനാണത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ ഹൃദയത്തിന് സമാധാനം തളം കെട്ടി നിൽക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ അടിമത്തത്തിൽ നിന്നുള്ള മോചനം എല്ലാ ഊരാകുരുക്കുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഹൃദയത്തിന് ലഭിക്കുന്ന മോചനം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം. എന്നാൽ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം ഹിദായത്തിന്റെ വിപരീതമായ അനാചാരത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുകയും അതാണ് ഹിദായത്ത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഹിദായത്തിന് വിപരീതമാണ് പ്രവർത്തനങ്ങൾ, ഹിദായത്തിനോട് പുച്ഛമാണ്. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ ആണിക്കല്ലെങ്കിൽ അസ്ഥിവാരമെങ്കിൽ അതിനോട് എതിർപ്പാണ്. അത് അംഗീകരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളോട് പുച്ഛാണ്. എന്നിട്ട് അതിന് വിപരീതമായി എന്തെല്ലാം പിഴച്ച ആദർശങ്ങളുണ്ടോ അതെല്ലാം പേറി നടന്നിട്ട് ആ പേറി നടക്കുന്നതാണ് ഹിദായത്ത് എന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ദയനീയാവസ്ഥ. ഇതൊരു ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ വലുപ്പം, ആഴം നമ്മൾ അറിയേണ്ടത്. ദഅവത്ത് നിർബന്ധമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ശാന്തിയുടെ കേന്ദ്രം നമ്മുടെ തൗഹീദ് തന്നെയാണ്. മനസ്സിൽ ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ യഥാർത്ഥ മുവഹ്ഹിദായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മധുരം, ആ മധുരത്തിന് തുല്യമായി ലോകത്ത് വേറൊരു ആദർശവും ഇല്ല. അള്ളാഹുവിനോട് പറയുന്ന ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അള്ളാഹ് ഉണ്ടാക്കി വെച്ച ശരീരത്തിലെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ച് റബ്ബേ നീയാണ് എന്റെ എല്ലാം, അതുകൊണ്ട് ഞാൻ നിന്നിലേക്കാണ് അഭയം പ്രാപിക്കുന്നത് എന്ന് റബ്ബിനോട് തുറന്നു പറയുമ്പോഴുണ്ടാകുന്ന മധുരം, അതിന് തുല്യമായി ലോകത്ത് മറ്റൊന്നുമില്ല. ആ പ്രാർത്ഥനയുടെ മധുരം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഏറ്റെടുത്ത ഈ വലിയ ഉത്തരവാദിത്വം തൗഹീദ് അനുസരിച്ച് ജീവിച്ചോളാം എന്നുള്ള നമ്മുടെ പ്രതിജ്ഞ, ആ പ്രതിജ്ഞക്കൊത്ത് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും അവസാനം കലിമ ചൊല്ലി, ബോധപൂർവം കലിമ ചൊല്ലി നിന്റെ മാർഗത്തിൽ മുഅ്മിനായി മരണപ്പെട്ടു പോകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധപ്പെട്ടവർ, കുടുംബക്കാർ, ദുആ വസിയ്യത്ത് ചെയ്തവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ട്, ICUയിൽ കഴിയുന്നവരുണ്ട്. അള്ളാഹുവെ, നിനക്കറിയാം അവരുടെ പ്രയാസങ്ങൾ. എളുപ്പമാക്കി തരണേ റഹ്മാനെ, എളുപ്പാക്കി തരണേ റഹ്മാനെ. ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോഗ്യം തിരിച്ചു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ശിഫയല്ലാതെ ശിഫയില്ല, ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കല്യാണ പ്രായപത്തി ആണിനും പെണ്ണിനും യോജിച്ച ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് മനസ്സിന്റെ ഇഹത്തിലും പരത്തിലും സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.